ഗൈസ്, സ്പൈഡർമാൻ വന്ന് കണ്ടിട്ടിരിക്കുകയാണ് ബ്രാൻഡ് ന്യൂ ഡേ. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ മോനെ, അതിനെപ്പറ്റിയുള്ള റിവ്യൂ ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഇത് ഇപ്പോൾ ഇറങ്ങിയതാണ്. ആക്ഷൻ അഡ്വഞ്ചർ, 2 മണിക്കൂറും 25 മിനിറ്റുമാണ് സിനിമയുടെ ഡ്യൂറേഷൻ. പിന്നെ പറയാനാണെങ്കിൽ ഇതിൽ നമ്മളെ സാഡി സിങ്ക് കാസ്റ്റ്, ടോം ഹോളൻഡാണ് മെയിൻ സ്പൈഡർമാനായിട്ട്. പിന്നെ സെൻഡയ ഉണ്ട്, പിന്നെ ക്രോം ഡോൺ എന്ന് പറഞ്ഞ ആളുണ്ട്. അങ്ങനത്തെ എല്ലാം ആരൊക്കെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെയെല്ലാം. അപ്പോൾ ഇതാണ് മെയിൻ. പിന്നെ സോണി പിക്ചേഴ്സാണ് ഡിസ്ട്രിബ്യൂഷൻ ഇത് ചെയ്യുന്നത്. ഡയറക്ടർ അറിയാമല്ലോ, ഡസ്റ്റിൻ ഡാനിയൽ ക്രിട്ടൻ ആണ് ഡയറക്ടർ. അപ്പം എന്തുകൊണ്ടും ഇനിയിപ്പം നമുക്ക് നേരെ റിവ്യൂയിലോട്ട് പോകാം. അപ്പം പടം ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പൊളിച്ച് ഔട്ട്സ്റ്റാൻഡിങ് പടം, ഒരു രക്ഷയില്ല. എനിക്ക് പേഴ്സണലി നോ വേ ഹോം ഇനിയും കാട്ടി അടിപൊളിയായിട്ട് തോന്നുന്നു. അത്രയ്ക്ക് അടിപൊളി പടം. നോ വേ ഹോം ഇതും പിടിച്ചു നിൽക്കുമെന്ന് തോന്നുന്നു അത്ര രീതിയിൽ. ബിക്കോസ് നോ വേ ഹോമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീനാണ് ടോബി വരുമ്പം. അതിൻ്റെ അത്ര എനിക്ക് സ്പൈഡർമാനിൽ ആരെയും ഇഷ്ടമില്ല. ടോബി, സ്പൈഡർമാൻ 1, 2, 3 സ്പൈഡർമാൻ്റെ ഫാനാണ് ഞാൻ. ബാക്കി മാർവൽ പടങ്ങൾ ഞാൻ അധികം അങ്ങനെ കാണാറില്ല, പക്ഷെ സ്പൈഡർമാൻ വരുമ്പോൾ ഞാൻ കാണും. മോനെ ഒരു രക്ഷയില്ലാത്ത ഇതാണ് സ്പൈഡർമാൻ 1, 2, 3. അത് നിങ്ങൾ ആരും മിസ് ചെയ്യില്ല. ടോബി അഭിനയിച്ച കണക്ക് ഒരാളും എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ സ്പൈഡർമാൻ ആപ്റ്റ്. പക്ഷെ ഇതിൽ ടോം ഹോളൻഡ് എന്നുള്ള വ്യക്തി എവിടെയൊക്കെയോ പുള്ളിക്കാരൻ്റെ ടച്ച് ഒന്ന് തരുന്നുള്ളത് പോലെ ഫീൽ ചെയ്യും. അടിപൊളിയായിട്ട് തോന്നി. നമ്മൾ എവിടെയൊക്കെയോ ആ ഒരു ക്യൂട്ട്നെസ് അവിടെയൊക്കെയോ പെട്ട് നിൽക്കുമ്പോൾ അത് കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ ഒന്ന് ഇതിൽ തോന്നി. പക്ഷെ ബാക്കി അതിലെപ്പോലത്തെ ഒരു ഇത് വരൂല ടോബി അഭിനയിച്ചാണെങ്കിൽ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള സ്പൈഡർമാൻ അതാണ്, മനസ്സിലായ? അപ്പോൾ അത് നിങ്ങളൊക്കെ ഇത് കണ്ടിട്ടിനി അത് കാണണമെന്നൊക്കെ തോന്നണവരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനിയിപ്പോൾ ചിലവർ കാണാതെ ആയിരിക്കും ഇത് വന്ന് കാണുന്നത്. എന്തായാലും എനിക്ക് എൻ്റെ പേഴ്സണൽ സജഷൻ നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കണം. 1, 2, 3 മെയിനാണ്, കണ്ടു നോക്കണം. എന്തൊക്കെ പറഞ്ഞാലും മോനെ കാത്തിരിപ്പിന് ഒരു അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ട്. 2021 ശേഷം പിന്നെ ഒരു സ്പൈഡർമാൻ ഇപ്പോഴാണ് വരുന്നത്. നോ വേ ഹോമിന് ശേഷം സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ ആണ് വന്നത്. അപ്പം എന്തായാലും തകർത്തിട്ടുണ്ട്, ഒന്നും പറയാനില്ല. ഒരു രക്ഷയില്ലാത്ത പടം എന്ന് തന്നെ പറയാം. ഒരു രക്ഷയില്ല. സൂപ്പർ പടം. എന്താ ഇനിയിപ്പം ഇതിൽ പ്രത്യേകിച്ച് പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എല്ലാം ഇഷ്ടമായി. ഒന്നും ഇഷ്ടപ്പെടാതെയായിട്ടൊന്നുമില്ല. ഇതെല്ലാവരും നിങ്ങൾ മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയി തന്നെ കാണണം. ഒരു രക്ഷയില്ല. പിന്നെ സെൻഡേര അഭിനയമാവട്ടെ, ഒരു രക്ഷയില്ലാത്ത അഭിനയം. പിന്നെ അവർ രണ്ടുപേരുള്ള സീക്വൻസസ് ഉണ്ട്, പിന്നെ ഇമോഷണൽ സീക്വൻസസ് ഉണ്ട്. ഇതെല്ലാം തകർത്ത് തന്നെയാണ് അവർ അഭിനയിച്ചിരിക്കുന്നത്. പക്ഷേ എപ്പോഴും പണ്ടത്തെ സ്പൈഡർമാൻ അത് അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. അത് ഓരോരുത്തർ ഇതുപോലെ ഇരിക്കും. എനിക്കെപ്പോഴും 1 ഭയങ്കര ഇഷ്ടമാണ്. സ്പൈഡർമാൻ 1, 2 ഇതെല്ലാം നല്ല ഇഷ്ടമാണ്. പിന്നെ നോ വേ ഹോം ഓഫ്കോഴ്സ് അത് നല്ല അടിപൊളി പടമായിരുന്നു, ഒരു രക്ഷയില്ലാത്ത പടം. പിന്നെ സംഭവം എന്ന് പറഞ്ഞാൽ തകർത്ത ഒരു പടം എന്ന് വേണമെങ്കിൽ പറയാം. നല്ല രീതിയിൽ എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. സീനായിക്കോട്ടെ, ഫൈറ്റ് ആയിക്കോട്ടെ. ഫൈറ്റ് പിന്നെ എനിക്ക് കൂടുതലൊന്നും ഇല്ല, പെട്ടെന്ന് തീർന്നു പോണ പോലെ ഫീൽ ആയിട്ടുണ്ട്. പക്ഷെ അതൊന്നും സിനിമയിൽ ബാധിക്കില്ല, ബോറൊന്നുമില്ല. അത് കണ്ടുകൊണ്ട് തന്നെ അങ്ങനെ ഇരിക്കാം. അതുകൊണ്ട് വേറെ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് കണ്ട് ആസ്വദിക്കാം. പിന്നെ നമ്മളെന്ത് പറയാൻ, ഫൈറ്റ് ഇപ്പം ട്രെയിലറിൽ കണ്ടില്ലേ, ആ ട്രെയിലറിൽ കണ്ടത് എന്താണോ അതിൻ്റെ കുറച്ചുകൂടെ ഉള്ളൂ. നമുക്ക് അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ അതിൻ്റെ ഒരു എക്സ്റ്റൻഡഡ് ലെങ്ത് കാണിക്കും. പക്ഷെ അത് തന്നെ മാസമാണ് അവർ കാണിച്ചു വെച്ചിരിക്കുന്ന എല്ലാം. ഒരു രക്ഷയില്ലാത്ത ട്രെയിലർ സീക്വൻസും കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതെല്ലാം പൊളി തന്നെ, ഒന്നും പറയാനൊന്നുമില്ല. ഫൈറ്റ് ആയാലും എന്തായാലും എല്ലാം പൊളിയാണ്, ഒരു രക്ഷയില്ല. എല്ലാം എനിക്കിഷ്ടമായി. പിന്നെ ഹൽക്കിൻ്റെ ഒരു എൻട്രി ഉണ്ട്, അത് ഒരു രക്ഷയില്ലാത്ത സീനാണ് മോനെ. നിങ്ങൾ മസ്റ്റ് വാച്ച് തിയേറ്ററിൽ. അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക, നിങ്ങൾക്ക് എങ്ങനെയാണ്, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, എങ്ങനെയായിരുന്നു, വർക്കായോ നിങ്ങൾക്ക് എന്നെല്ലാം നിങ്ങൾ അറിയിക്കുക. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്.
ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ്. പൈസ എന്തായാലും വസൂലായി, അതുകൊണ്ട് വേറെ വിഷയങ്ങളോ ഒന്നുമില്ല. നിങ്ങളൊക്കെ പോയി കണ്ടിട്ട് ഇനി അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. പിന്നെ ഒരു സീനുണ്ട്, കുറേ ഇമോഷണൽ സീൻസ് ഉണ്ട്. സെക്കൻഡ് ഹാഫിലായാലും കുറച്ച് കൂടി ഇമോഷണലുണ്ട്. അതൊക്കെ നമുക്കൊന്ന് കണ്ണ് നിറഞ്ഞു പോകും സ്വാഭാവികമായിട്ട്. പിന്നെ ബാക്കിയൊക്കെ ഫൈറ്റ് ഒരു രക്ഷയില്ല, ക്ലൈമാക്സ് ഒരു രക്ഷയില്ല. ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയും. പിന്നെ മെയിനായിട്ട് എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മളെ സ്പൈഡർമാൻ ആണെന്നുള്ള രീതിയിലാണ് പുള്ളിക്കാർ ഇതിൽ ചെയ്യുന്നത്. ബാക്കിയിലെല്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ സ്പൈഡർമാൻ ആവണം അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ സ്പൈഡർമാനിലേക്ക് ഇന്നാവുകയാണ് എന്ന് പറഞ്ഞാൽ സ്പൈഡർമാൻ ആണ് ഞാൻ എന്നുള്ള രീതിയിലുള്ള ഒരു അഭിനയം അതെല്ലാം തകർത്തിട്ടുണ്ട്, ഒരു രക്ഷയില്ല. എന്തായാലും നമുക്കിനി അടുത്തതിനി ഇപ്പം ലാസ്റ്റ് പിന്നെ എൻഡ് ക്രെഡിറ്റ് സീനാവട്ടെ ക്ലൈമാക്സ് ആവട്ടെ എല്ലാം പൊളിച്ചിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് എല്ലാവരും പലവർക്കും നിരാശപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നുന്നു. ഡൂംസ്ഡേ വരാൻ കിടക്കുകയല്ലേ ഈ വർഷം ലാസ്റ്റ്. അപ്പോൾ എല്ലാവരും ആ ഒരു പ്രതീക്ഷയിലിരിക്കും, അതിൻ്റെ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നെല്ലാം കാത്തിരിക്കുന്ന കുറേ ആൾക്കാർ കാണും. അപ്പോൾ അവർക്കിത് നിരാശയായിരിക്കും. ബിക്കോസ് അതിനെപ്പറ്റിയുള്ള ഒരു ലിങ്കോ ഒന്നും കാണിക്കുന്നില്ല. ഡയറക്റ്റ് അവർ ലാസ്റ്റ് കാണിക്കും സ്പൈഡർമാൻ റിട്ടേൺസ് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് ഇനി അടുത്ത പാർട്ടും ഉണ്ട്. അല്ലെങ്കിൽ ഇനി ഇതിങ്ങനെ നിൽക്കില്ലല്ലോ, ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇത് തന്നെ അടിപൊളിയാണ്. അതുകൊണ്ട് ഇവരെങ്ങനെ ഇത് നിർത്താൻ പറ്റും? അത്രയും തകർത്തിട്ടാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റണ്ട് ആയിക്കോട്ടെ, ഇതിൻ്റെ വിഷ്വൽസ് ആയിക്കോട്ടെ, വിഷ്വൽസൊക്കെ പുള്ളി, സിനിമാറ്റോഗ്രഫി ഇതൊക്കെ എങ്ങനെ CGS VFX എല്ലാം പുള്ളി വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വർക്കാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നും പറയാനൊന്നുമില്ല. അതുകൊണ്ട് അതിനൊരു നിരാശയായി കാണും പലർക്കും. പക്ഷെ പടം ഒരു രക്ഷയില്ല, നിങ്ങൾ കാണണം എന്തായാലും. പിന്നെ ബാക്കിയുള്ള പടങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ തോന്നണമെങ്കിൽ നിങ്ങൾ ഓഫ്കോഴ്സ് സ്പൈഡർമാൻ എല്ലാം ഫുള്ള് കാണുക, എന്നിട്ട് ഇതാവുക. നോർമലായിട്ട് പോയിരുന്ന് നിങ്ങൾക്ക് കാണാം, അത് കണ്ടില്ലെങ്കിലും വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ പടം സൂപ്പറാണ്, ഒരു രക്ഷയില്ല. എനിക്കെന്തായാലും വർക്കായിട്ടുണ്ട്. അപ്പം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ബാക്കി എടുത്തൊന്നും പറയാനൊന്നുമില്ല, എനിക്ക് നല്ല വർക്കായി. ഇതൊക്കെയാണ് മെയിനായിട്ട്. എല്ലാവരും നല്ല അഭിനയമായിരുന്നു. ടോം ഹോളണ്ട് ഇതിൽ നല്ല രീതിയിൽ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. സെന്തയാണെങ്കിലും പിന്നെ ബാക്കി എല്ലാവരും പൊളിച്ചിട്ടുണ്ട്. വില്ലൻ, ഹൽക്ക് എല്ലാം പൊളി, ഒരു രക്ഷയില്ല. നല്ല സീക്വൻസ് കാണിച്ചു വെച്ചിരിക്കുന്ന എല്ലാം പൊളിയാണ്. അപ്പോൾ നിങ്ങളെന്തായാലും പോയി കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയും, എന്നിട്ട് കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾ വേറെ പടം പഴയതൊക്കെ കണ്ടിട്ടുണ്ടോ ഇല്ലയോ, എന്നിട്ടാണോ കാണാൻ പോകുന്നത് ഇല്ലയോ എന്നെല്ലാം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, നിങ്ങൾ എന്തായാലും നിരാശയാവില്ല. ടിക്കറ്റ് എടുക്കുമ്പോൾ എന്തായാലും നിരാശയാവില്ല. അപ്പോൾ പോയി കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വയ്ക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇന്ന് പിന്നെ അയാം ഗെയിമിൻ്റെ ട്രെയിലർ വരുന്നുണ്ട്. അന്ന് നമ്മളെ പറ്റിച്ച്, അപ്പോൾ ഇന്ന് വരുന്നുണ്ട് 6 മണിക്ക്. അപ്പോൾ അതിന് ആ സമയത്ത് ഞാൻ വരുന്നതാണ് റിയാക്ഷനായിട്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ളോഗ് അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.